ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് 6ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ആദ്യത്തെ ചാപ്റ്റർ പാർട്ട് 2 വീഡിയോ ആണെന്ന് നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഫോർ ഗ്രോത്ത് മുതലുള്ള ബാക്കി ഭാഗങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഈസ് ഇറ്റ് ഇനഫ് ടു ഇൻക്ലൂഡ് ഓൺലി കാർബോഹൈഡ്രേറ്റ്സ് ഇൻ അവർ ഡയറ്റ്? നമ്മളുടെ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ്സ് മാത്രം ഉൾപ്പെടുത്തിയാൽ നമുക്ക് മതിയാകുമോ, ഇനഫാകുമോ? നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ്സ് മാത്രം ഉൾപ്പെടുത്തിയാൽ നമുക്ക് ലഭിക്കുമോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് എനർജി കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നായിരുന്നു എന്ന് പഠിച്ചു അല്ലേ? ദ എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി ഈസ് മെയിൻലി ഒബ്റ്റെയിൻഡ് ഫ്രം കാർബോഹൈഡ്രേറ്റ്സ്. ഇത് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ദ അതർ ന്യൂട്രിയൻസ് നീഡഡ് ഫോർ അവർ ബോഡി. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള മറ്റ് ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് ഏതാണ്? പ്രോട്ടീൻ. ഡോക്ടർ, മൈ സൺ ആൾവേസ് സേസ് ദാറ്റ് ഹി ഫീൽസ് വെരി ടയേർഡ്. ഹി ഡസൻറ്റ് ഹാവ് ദ എനർജി ടു ഡു എനിത്തിങ്. ഡോക്ടർ, മൈ സൺ ആൾവേസ് സേസ് ദാറ്റ് ഹി ഫീൽസ് വെരി ടയേർഡ്. ഡോക്ടർ, എൻ്റെ മകൻ എപ്പോഴും പറയുന്നു അവൻ എന്താണ്? ഹി ഫീൽസ് വെരി ടയേർഡ്, അവന് വളരെ ക്ഷീണം തോന്നുന്നതായിട്ട് അവൻ എപ്പോഴും പറയുന്നു. ഹി ഡസൻറ്റ് ഹാവ് ദ എനർജി ടു ഡു എനിത്തിങ്, അവനൊന്നും ചെയ്യാനുള്ള ഒരു എനർജി ഇല്ല. ദ ചൈൽഡ് ഹാസ് ഗ്രോത്ത് ഇഷ്യൂസ്, എന്താണ്? കുട്ടിക്ക് ഗ്രോത്ത് ഇഷ്യൂസ് ഉണ്ട്, വളർച്ചാ പ്രശ്നങ്ങളുണ്ട്. ഗീവ് ഹിം ഫുഡ്സ് ലൈക്ക് എഗ്, ഗ്രീൻ ഗ്രാം, ഗ്രൗണ്ട് നട്ട്, ഫിഷ്, മിൽക്ക് എക്സെട്ര ഇൻ പ്ലെൻറ്റി. എന്താണ്? അവന് ഇത്തരത്തിലുള്ള ഫുഡുകൾ കൊടുക്കുക. ഏത് തരത്തിലുള്ള? എഗ് മുട്ട, ഗ്രീൻ ഗ്രാം ചെറുപയർ, ഗ്രൗണ്ട് നട്ട് നിലക്കടല, ഫിഷ് മീൻ, മിൽക്ക് പാല് പോലുള്ള ഭക്ഷണങ്ങൾ ആണ് വളരെയധികം പ്ലെൻറ്റി വളരെ അധികമായിട്ട് കൊടുക്കുക. ഡിഡ് യു നോട്ടീസ് വാട്ട് ദ ഡോക്ടർ ടോൾഡ് ദ ചൈൽഡ്സ് മോം? നിങ്ങൾ ഈ ഡോക്ടർ എന്താണ് കുട്ടിയുടെ അമ്മയോട് പറഞ്ഞതെന്ന് ശ്രദ്ധിച്ചോ, നോട്ടീസ് ചെയ്തോ? വൈ ഡസ് ദ ഡോക്ടർ സേ സോ? എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ അങ്ങനെ പറഞ്ഞത്? റീഡ് ദ സജഷൻ ഗിവൺ ബൈ ദ ഡയറ്റീഷ്യൻ ഇൻ എ പ്രോഗ്രാം ഓർഗനൈസ്ഡ് ബൈ ദ ഹെൽത്ത് ക്ലബ് ഇൻ ദ സ്കൂൾ. എന്താണ്? ഒരു സ്കൂളിലെ ഹെൽത്ത് ക്ലബ്ബ് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ ഒരു ഡയറ്റീഷ്യൻ നൽകിയ ഒരു സജഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് നമ്മളോട് വായിച്ചു നോക്കാനാണ് പറഞ്ഞത്. പ്രോട്ടീൻ ഈസ് എ ന്യൂട്രിയൻറ്റ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. എന്താണ്? പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്തിനും ബോഡി ബിൽഡിങ്ങിനും വളരെ ആവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ്, ഒരു എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് ആണ്. ഓക്കെ, പ്രോട്ടീൻ ഈസ് റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് മസിൽസ്, ഹെയർ ആൻഡ് സ്കിൻ. പ്രോട്ടീൻ എന്താണ്? മസിൽസിൻ്റെയും ഹെയറിൻ്റെയും സ്കിന്നിൻ്റെയും ഹെൽത്തിന് വളരെ ആവശ്യമായിട്ടുള്ളതാണ്. റിക്വയർഡ് ഫോർ ഹെൽത്ത് ഓഫ് മസിൽസ്, ഹെയർ ആൻഡ് സ്കിൻ. മോർ ഓവർ പ്രോട്ടീൻ പ്രൊവൈഡ്സ് എനർജി. കൂടുതലായിട്ട് എന്താണ്? പ്രോട്ടീൻ നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രോട്ടീൻ എന്താണ്? എനർജി നൽകുന്നുണ്ട്. ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ കോസസ് ഡിസീസസ് ലൈക്ക് ക്വാഷിയോർക്കർ ആൻഡ് മരാസ്മസ്. എന്താണ്? പ്രോട്ടീനിൻ്റെ അളവിൽ കുറവ്, നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ കുറഞ്ഞാൽ ഉണ്ടാകുന്ന ഡിസീസുകളാണ് ഏതൊക്കെ? ക്വാഷിയോർക്കറും മരാസ്മസും. എന്താണ്? പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞാൽ ക്വാഷിയോർക്കർ, മരാസ്മസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ? പ്രോട്ടീൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ പാസേജിൽ എവിടെയാണുള്ളതെന്ന് നോക്കാം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ? പ്രോട്ടീൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്, നമ്മുടെ ഗ്രോത്തും ബോഡി ബിൽഡിങ്ങും. അതുപോലെ എന്താണ്? ഹെൽത്ത് ഓഫ് മസിൽസ് ഹെയർ ആൻഡ് സ്കിൻ, നമ്മുടെ മസിലിൻ്റെ, ഹെയറിൻ്റെ, സ്കിന്നിൻ്റെയും ഹെൽത്ത്. പിന്നെ അതുപോലെ നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുക. ഇവയെല്ലാമാണ് പ്രോട്ടീൻ്റെ ഫങ്ഷൻസ്. വാട്ട് ആർ ദ ഡിസീസസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ? പ്രോട്ടീൻ ഡെഫിഷ്യൻസി, പ്രോട്ടീൻ്റെ അളവിൽ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതെല്ലാമാണ്? നമുക്ക് നോക്കാം. ഏതെല്ലാമാണ്? ക്വാഷിയോർക്കർ ആൻഡ് മരാസ്മസ്, ക്വാഷിയോർക്കറും മരാസ്മസും. ഓക്കെ, പിക്ചർ ഓഫ് ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ പ്രോട്ടീൻ ആർ ഗിവൺ ബിലോ. എന്നാണ്? പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ ചിത്രമാണ് താഴെ തന്നിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ്, അവ തിരിച്ചറിഞ്ഞ് അവയുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേതാണ് ഗ്രീൻ ഗ്രാം, ചെറുപയർ. അപ്പോൾ ഈ ഒഴിഞ്ഞു കിടക്കുന്ന പെട്ടികളെല്ലാം നിങ്ങൾ പൂരിപ്പിക്കണം. ഓക്കെ, പനീർ, അത് പിന്നെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. കാഷ്യൂ നട്ട്, പിന്നെ പീനട്ട്, മീറ്റ്, ഫിഷ്, എഗ്, മിൽക്ക്.
ഇവയെല്ലാം എന്താണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഓക്കെ, വിച്ച് ഫുഡ് ഐറ്റം എമോങ് ദീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ യുവർ ഡയറ്റ്? ഡിസ്കസ്. ഇവയിൽ ഏതെല്ലാം ഫുഡ് ഐറ്റമാണ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? There may be vegetarians among you. What food items are to be included in their diet to compensate the deficiency of protein? നമ്മളുടെ ഇടയിൽ എന്താണ് വെജിറ്റേറിയൻസ് ഉണ്ടാകാം അല്ലേ? അപ്പോൾ അവരുടെ ഡയറ്റിൽ എന്താണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി മറികടക്കാൻ വേണ്ടി, ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിക്കാൻ വേണ്ടി അവർ ഉൾപ്പെടുത്തേണ്ട ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? നമുക്കിതിൽ വെജ് ഐറ്റംസിൽ പ്രോട്ടീൻ ഉള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് സെലക്ട് ചെയ്ത് നമുക്കത് ഡയറ്റിൽ ഉൾപ്പെടുത്താം അല്ലേ? ഇതൊക്കെ ഗ്രീൻ ഗ്രാം ഉൾപ്പെടുത്താം, പനീർ ഉൾപ്പെടുത്താം, കാഷ്യൂനട്ട് ഉൾപ്പെടുത്താം, പീനട്ട് ഉൾപ്പെടുത്താം, മിൽക്ക് ഉൾപ്പെടുത്താം. ഈ 3 മാത്രമാണ് ഇതിൽ നോൺ വെജ് ആയിട്ട് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്താ ബാക്കിയുള്ള 5 നമുക്ക് വെജിറ്റേറിയൻസിന് എന്താണ് ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഫൈൻഡ് ഔട്ട് മോർ ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ പ്രോട്ടീൻ ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. നമ്മളെന്താണ് കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള കൂടുതൽ ഫുഡ് ഐറ്റംസ് കണ്ടെത്തി നമ്മുടെ സയൻസ് ഡയറി നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അടുത്തതായിട്ട് ഫാറ്റിനെ കുറിച്ച് പഠിക്കാം. ഫാറ്റ്, ലൈക്ക് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ, ഫാറ്റ് ഈസ് ആൾസോ എസെൻഷ്യൽ ഫോർ അസ്. എന്താണ് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും പോലെ ഫാറ്റും നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരു വസ്തുവാണ്. If we consume equal amount of carbohydrate, protein and fat, we will get more energy from fat. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഒരേ അളവിലുള്ള കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഭക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഫാറ്റിൽ നിന്നായിരിക്കും കൂടുതൽ എനർജി കിട്ടുക. We will get more energy from fat. How can we find out whether the food we eat contains fat? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്താണ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ഭാഗത്തിൽ എന്താണ് സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നൊരു എക്സ്പെരിമെൻറ്റിലൂടെ പഠിച്ചു. നമ്മൾ എന്താണ് ഫാറ്റ് അടങ്ങിയിട്ടുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഡു ദിസ് ആക്ടിവിറ്റി ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓഫ് ഫാറ്റ് ഇൻ യുവർ ഡയറ്റ്. എന്താണ് നമ്മളോട് ഈ ആക്ടിവിറ്റി ചെയ്ത് നമ്മുടെ ഡയറ്റിലുള്ള ഭക്ഷണ വസ്തുക്കളിൽ ഫാറ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് എ ഡ്രോപ്പ് ഓഫ് ഓയിൽ ഓൺ ഇറ്റ്. എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഒരു ഷീറ്റ് ഓഫ് പേപ്പർ എടുക്കാൻ. എന്താണ് നമ്മളോട് ഒരു പേപ്പറിൻ്റെ ഷീറ്റ് എടുത്ത് അതിലേക്ക് ഒരു ഡ്രോപ്പ് ഓയിൽ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒബ്സർവ് ദ പേപ്പർ. എന്നിട്ടോ നമ്മളോട് ആ പേപ്പർ ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാനാണ് പറഞ്ഞത്. ലൈക്ക് വൈസ് പുട്ട് എ ഡ്രോപ്പ് ഓഫ് ഗീ ഓൺ അനദർ പീസ് ഓഫ് പേപ്പർ. മറ്റൊരു പേപ്പറിൻ്റെ കഷ്ണത്തിൽ എന്താണ് ഒരു ഡ്രോപ്പ് ഗീ, നെയ്യാണ് നമ്മളോട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞത്. ഐഡൻറ്റിഫൈ ദ പ്രസൻസ് ഓഫ് ഫാറ്റ് ബൈ ഒബ്സർവിങ് ദ ചേഞ്ചസ് ഇൻ ദ പേപ്പർ വെൻ ഗീ ആൻഡ് ഓയിൽ വെർ ആഡഡ്. ഗീയും ഓയിലും ആഡ് ചെയ്തപ്പോൾ പേപ്പറിലുണ്ടായ ചേഞ്ചസ് കണ്ട് മനസ്സിലാക്കി എന്താണ് ഫാറ്റ് ഉണ്ടാകുമ്പോഴും ഇല്ലാത്തപ്പോഴുമുള്ള പ്രസൻസ്, അതിൻ്റെ മാറ്റം മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ റബ്ബിങ് ദ ഫുഡ് ഐറ്റംസ് ഗിവൺ ബിലോ ഓൺ ദ പേപ്പർ. ഇവിടെ തന്നിട്ടുള്ള ഫുഡ് ഐറ്റംസും പേപ്പറിൽ റബ്ബ് ചെയ്ത് എന്താണ് അതിൽ ഓയിലുണ്ടോ ഇല്ല ഫാറ്റ് ഉണ്ടോ ഫാറ്റ് ഇല്ലേ എന്ന് നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെന്താണ് ഗീയും ഓയിലും അപ്ലൈ ചെയ്യുമ്പോൾ ആ 2 വസ്തുവിനും എന്താണ് ഫാറ്റ് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ പേപ്പറിനുണ്ടാകുന്ന അതേ മാറ്റം തന്നെ ഈ ഫുഡ് ഐറ്റംസും നമ്മൾ ആ പേപ്പറിൽ റബ്ബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ ഫാറ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇല്ലെങ്കിലോ അതിൽ ഫാറ്റ് ഇല്ല എന്നും മനസ്സിലാക്കാം. ചിപ്സ് എന്താണ് നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ തീർച്ചയായും പേപ്പറിന് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തപ്പോൾ ഉള്ള അതേ മാറ്റം വരുന്നതാണ്. അപ്പോൾ എന്താ ഇറ്റ് കണ്ടെയ്ൻസ് ഫാറ്റ്, അതിലെന്താണ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ റോ ബനാന, നമ്മൾ പച്ച പഴം എന്താണ് നമ്മൾ പേപ്പറിൽ റബ്ബ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് ഫാറ്റ് ഉള്ളതായിട്ട് ഒരിക്കലും കാണാൻ കഴിയില്ല. കാരണം പച്ചപ്പഴത്തിൽ ഒരിക്കലും ഫാറ്റ് അടങ്ങിയിട്ടില്ല. അപ്പോൾ എന്താണ് ഡു നോട്ട് കണ്ടെയ്ൻ ഫാറ്റ്. ക്രഷ്ഡ് സീസെയിമിലും ഡ്രൈഡ് കോക്കോനട്ടിലും ക്രഷ്ഡ് ഗ്രൗണ്ട് നട്ടിലും എന്താണ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. ഡ്രൈഡ് കോക്കോനട്ടിൽ നിന്നാണ് നമ്മൾ കോക്കോനട്ട് ഓയിൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലെല്ലാം എന്താണ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും എഴുതിയെടുക്കുക. ഓക്കെ, റൈറ്റ് ഡൗൺ ദ അതർ ഫുഡ് ഐറ്റംസ് യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ് കണ്ടെയ്ൻ ഫാറ്റ്.
എന്നാണ് നമുക്കറിയുന്ന ഫാറ്റ് അടങ്ങിയിട്ടുള്ള മറ്റ് ഭക്ഷണ വസ്തുക്കളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡസ് ദ ലിസ്റ്റ് കണ്ടെയ്ൻ ഫുഡ് ഐറ്റംസ് ലൈക്ക് ഓയിൽ, ഘീ, മീറ്റ്, എഗ്, കോക്കോനട്ട്, സീസെയിം, മസ്റ്റാർഡ്, ഗ്രൗണ്ട് നട്ട്, മിൽക്ക്, ബട്ടർ. നമ്മൾ എഴുതിയിട്ടുള്ള ലിസ്റ്റിൽ നമ്മളോട് ഇവിടെ ഒരു ലിസ്റ്റ് എഴുതാൻ പറഞ്ഞില്ലേ, നമുക്കറിയുന്ന ഫാറ്റ് കണ്ടെയ്ൻ ആയിട്ടുള്ള ഫുഡിൻ്റെ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞല്ലേ, ആ ലിസ്റ്റിൽ ഓയിൽ, ഘീ, മീറ്റ്, എഗ്ഗ്, കോക്കോനട്ട്, സീസെയിം, മസ്റ്റാർഡ്, ഗ്രൗണ്ട് നട്ട്, മിൽക്ക്, ബട്ടർ എന്നീ ഫുഡ് ഐറ്റംസ് അടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വി ഗെറ്റ് ഫാറ്റ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സോഴ്സസ്. എന്താണ്, നമുക്ക് പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും എന്താണ് ഫാറ്റ് ലഭിക്കുന്നുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ദ നെയിംസ്. എന്താണ് നമ്മളോട് പറഞ്ഞത്, ഈ താഴത്ത് തന്നിട്ടുള്ള പിക്ചർ നോക്കി അതിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനുശേഷമോ ക്ലാസിഫൈ ദ ഗിവൺ പിക്ചേഴ്സ് ആസ് ഫാറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ഫാറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം ആനിമൽസ്. ഇവയിൽ നിന്ന് എന്താണ് പ്ലാന്റ്സിൽ നിന്ന് ലഭിക്കുന്ന ഫാറ്റ് അതുപോലെ തന്നെ ആനിമൽസിൽ നിന്ന് ലഭിക്കുന്ന ഫാറ്റ് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനും വേർതിരിക്കാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇവയുടെ പേര് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് എന്താണ്, കോക്കനട്ട് ഓയിൽ അല്ലേ, ഇവിടെ കോക്കനട്ടിൻ്റെ പിക്ചറെല്ലാം തന്നിട്ടുണ്ട്, ഇത് കോക്കനട്ട് ഓയിലാണ്. രണ്ടാമത്തേത് ഗീ, നെയ്യ്. പിന്നെയോ ഫിഷ് ഓയിൽ, മീനെണ്ണ. നാലാമതായി തന്നിട്ടുള്ളതാണ് ബട്ടർ. അഞ്ചാമതായി സൺഫ്ലവർ ഓയിൽ. അപ്പോൾ നമുക്കിനി ഇവ ഫാറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സും ഫാറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം ആനിമൽസ് എന്ന രീതിയിൽ നമുക്ക് വേർതിരിക്കാം. ഫാറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സ് അതിൽ ഏതൊക്കെയാണ് വരുന്നത്, കോക്കനട്ട് ഓയിൽ വരും അല്ലേ. കോക്കനട്ട് ഒരു പ്ലാന്റ് ആണ്, കോക്കനട്ട് ട്രീയിൽ നിന്നാണ് നമ്മൾ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നത്. അതുപോലെയോ സൺഫ്ലവർ ഓയിൽ നമ്മൾ സൺഫ്ലവറിൻ്റെ സീഡിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവ രണ്ടും എന്താണ് പ്ലാന്റ്സിൽ നിന്ന് എടുക്കുന്നതാണ്. പിന്നെയോ ആനിമൽസിൽ നിന്നോ ഫിഷ് ഓയിൽ. എന്താണ് ഫിഷ് ഓയിൽ നമ്മൾ മീനിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഫിഷ് ഓയിൽ, ഘീ, ബട്ടർ. ഘീയും ബട്ടറും നമ്മൾ മിൽക്കിൽ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഈ മൂന്നെണ്ണവും ആനിമലും ഇവ രണ്ടും പ്ലാന്റുമാണ്. ഓക്കെ. മെജോറിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ലൈക്ക് വെജിറ്റബിൾസ്, റൈസ്, വീറ്റ് എക്സെട്ര കണ്ടെയ്ൻ സ്മാൾ എമൗണ്ട് ഓഫ് ഫാറ്റ്. എന്താണ് മോസ്റ്റ് ഓഫ് ദ ഫുഡ് ഐറ്റംസിലും ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. വെജിറ്റബിൾസിലും റൈസിലും വീറ്റിലും എല്ലാം എന്താണ് ഒരു സ്മാൾ എമൗണ്ടിൽ ഒരു ചെറിയ അളവിൽ എന്താണ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കൊളസ്ട്രോൾ എന്താണെന്ന് നോക്കാം. ഹാവ് യു ഹേർഡ് ഡോക്ടേഴ്സ് അഡ്വൈസ് നോട്ട് ടു ഈറ്റ് ടു മച്ച് ഫാറ്റി ഫുഡ്സ്. ഡോക്ടർമാർ കൂടുതൽ ഫാറ്റി കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാട്ട് വുഡ് ബി ദ റീസൺ? എന്തായിരിക്കും അതിൻ്റെ കാരണം? ഫാറ്റ് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമുള്ളതാണ് നമ്മൾ പഠിച്ചു. നമ്മൾ കൂടുതൽ കഴിക്കരുതെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? കൊളസ്ട്രോൾ ഈസ് എ ഫോം ഓഫ് ഫാറ്റ്. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഫാറ്റിൻ്റെ മറ്റൊരു രൂപമാണ്, മറ്റൊരു ഫോമാണ്. എ മോഡറേറ്റ് എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ ഈസ് റിക്വയർഡ് ഫോർ ബോഡി. നമ്മുടെ ബോഡിക്ക് ഒരു മോഡറേറ്റ് എമൗണ്ട്, ഒരു ആവശ്യത്തിനുള്ള ഒരു എമൗണ്ടിൽ കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. ഒരു പാകമായിട്ടുള്ള എമൗണ്ടിൽ നമ്മുടെ ബോഡിക്ക് എപ്പോഴും കൊളസ്ട്രോൾ വേണം. ഇഫ് ദർ ഈസ് എക്സസ് കൊളസ്ട്രോൾ ഇൻ ബ്ലഡ് ഇറ്റ് ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ഇന്നർ വാൾ ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് പ്രിവെൻറ്റ്സ് ബ്ലഡ് ഫ്ലോ. കൂടുതൽ അളവിൽ കൊളസ്ട്രോൾ നമ്മുടെ രക്തത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇഫ് ദർ ഈസ് എക്സസ് കൊളസ്ട്രോൾ ഇൻ ദ ബ്ലഡ് അവിടെ സംഭവിക്കുക? ഇറ്റ് ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ഇന്നർ വാൾ ഓഫ് ബ്ലഡ് വെസൽസ്. നമ്മുടെ ബ്ലഡ് വെസൽസിലെ രക്തക്കുഴലുകളുടെ ഉള്ളിൽ അവ ഡെപ്പോസിറ്റ് ചെയ്യും, അത് അവിടെ അടിഞ്ഞുകൂടും. ആൻഡ് പ്രിവെൻറ്റ്സ് ബ്ലഡ് ഫ്ലോ, എന്നിട്ടോ അത് നമ്മുടെ രക്തത്തിൻ്റെ ഒഴുക്കിനെ തടയും. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തം കൃത്യമായി എത്തില്ല. അപ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ദിസ് മേ കോസ് ഫാറ്റൽ ഡിസീസസ് ലൈക്ക് സ്ട്രോക്ക് ആൻഡ് ഹേർട്ട് ഫെയിലിയേഴ്സ്. നമുക്ക് ഇത്തരത്തിലുള്ള ബ്ലഡ് ക്ലോട്ട് ബ്ലഡ് നല്ലതുപോലെ ഒഴുകിയില്ലെങ്കിൽ അവിടെ കൊളസ്ട്രോൾ വന്ന് അടിഞ്ഞുകൂടി നമ്മുടെ ബ്ലഡ് വെസൽസിനെ ബ്ലോക്ക് ചെയ്താൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? സ്ട്രോക്കും അതുപോലെ തന്നെ ഹേർട്ട് ഫെയിലിയേഴ്സ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഫങ്ഷൻ നല്ലതുപോലെ വർക്കാവാതെ അവ ഫെയിലാവാനും എല്ലാത്തിനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ നമ്മളൊരു മോഡറേറ്റ് ലെവലിൽ, ഒരു മിതമായ ലെവലിൽ എപ്പോഴും കൺട്രോൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇതുവരെ നിർത്താം. വൈറ്റമിൻസ് മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇതുവരെ എടുത്തത് എല്ലാവരും നന്നായി പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ബൈ.